ഹായ് എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസും അതുപോലെ അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഈ ഒരു വീക്കിലേക്ക് കുറച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റോക്കുകളും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സ്റ്റോക്കിൽ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 22,000 കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും 22,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി. ഇനി എന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഇനി എന്നാണ് 25,000 ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് വരും ദിവസങ്ങളിൽ തന്നെ സംഭവിക്കട്ടെ. വളരെ പെട്ടെന്ന് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ടായിരിക്കാം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ രീതിയിലാണ്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് 25,000 ഒക്കെ റീച്ച് ചെയ്യാനുള്ള ചാൻസസ് ആണുള്ളത്. മേ ബി വലിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാതിരിക്കാം. എന്തായാലും നമ്മളെപ്പോഴും നമ്മുടെ ലെവൽസിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും താഴേക്ക് പോയാലും നമുക്ക് നല്ല നല്ല ട്രേഡ്സുകൾ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് നമ്മുടെ ലെവൽസ് വെച്ചിട്ട് ആക്ച്വലി നിഫ്റ്റിയിൽ നമ്മുടെ OA ഡാറ്റ വെച്ചിട്ട് മാത്രമായിരുന്നു ലെവൽസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പർ ലെവലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ നിഫ്റ്റിയിൽ മാക്സിമം ട്രേഡ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലെവൽസിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ 2 ട്രേഡ് എടുത്തു. ഒന്ന് സ്കാൽപ്പിംഗ് ആണ് ചെയ്തത്. സോ അത് ഞാനൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുമ്പോൾ രാവിലെ എടുത്തത് ഈ ഒരു പോയിന്റിലാണ്. മാർക്കറ്റ് നമ്മുടെ ഡിമാൻഡ് ഏരിയയിലും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടില്ല 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു അത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലൊരു പോസിറ്റീവ് ഉണ്ടായിട്ടില്ല, എന്നാലും സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം നല്ലൊരു മൂവ്മെൻറ്റ് 48,400, 300 എന്ന് പറയുന്ന ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു എന്നുള്ള അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു കൺഫർമേഷൻസാണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. അപ്പം എന്തായാലും മാർക്കറ്റ് ഈ ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, നല്ലൊരു ബുള്ളിഷ് സിഗ്നലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കുറച്ചധികം നേരം കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം ഫോം ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്ന് വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഒരു റേറ്റ് ടെസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ കിട്ടി. പക്ഷേ പിന്നീട് കുറച്ച് സമയം നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. അഗെയിൻ മാർക്കറ്റ് ഒരു ഫാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ എൻ്റെ ഈ ഒരു രീതിയിലേക്ക് ട്രയൽ ചെയ്തു, അതായത് കോസ്റ്റ് ലെവലിലേക്ക് ഒന്ന് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതൊരു നെഗറ്റീവ് സിഗ്നലാണ് ആക്ച്വലി. സോ ഇത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പം ഈ ഒരു ഫോർമേഷൻ വന്ന സമയത്ത് ക്വിക്കായിട്ടുള്ളൊരു ഫാൾ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പം ഏകദേശം ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. കുറച്ച് വലിയ രീതിയിലുള്ള പ്രോഫിറ്റില്ല, കുറച്ച് ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ. ആ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അഗെയിൻ മാർക്കറ്റ് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രേഡ് ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് മുകളിലോട്ടുള്ളൊരു ട്രേഡ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത് ഈ ഒരു ലെവൽ, അതായത് മാർക്കറ്റ് ഒരു തവണ ഇവിടെ സപ്പോർട്ട് എടുത്തു, വീണ്ടും അഗെയിൻ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അഗെയിൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി വീണ്ടും നമ്മുടെ ഈ ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഏരിയയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. എന്തായാലും ഡിമാൻഡ് ഏരിയ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്നും തിരിച്ച് മുകളിലോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ. ഈ ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് ഒരു ഷോർട്ട് എൻട്രിയിലേക്കുള്ള ഒരു പ്ലാനൊക്കെ കൊണ്ടുവരാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നീട് ഫോക്കസ് ചെയ്തത് ഈ ഒരു അതായത് രാവിലെ നല്ലൊരു ബ്രേക്കൗട്ട് ലെവൽ, നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. അതിനുശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് അതിന് താഴെ സസ്റ്റെയിൻ ചെയ്ത സമയത്താണ് ഞാനിവിടെ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിയത്. വളരെ ക്വിക്കായിട്ടുള്ളൊരു ട്രേഡ്, അതായത് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ബുക്ക് ചെയ്ത് മാറാന്നുള്ള രീതിയായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ക്വിക്കായിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടി, ട്രെൻഡ് ലൈൻ ഏരിയയിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഈ ഒരു ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. അത്യാവശ്യം നല്ലൊരു പ്രീമിയം മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം സാധിച്ചു. ഇന്നലത്തെ ദിവസം ആക്ച്വലി
ട്രേഡ് എടുത്തിട്ടില്ല, പക്ഷേ മേ ബി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇവിടെ ട്രേഡ് എടുക്കുമ്പോൾ മാക്സിമം ഈ ഒരു സോണിൻ്റെ താഴെയാണ് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റിങ് വരാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ ലോസ് ബുക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോയത് നമ്മുടെ സോണ് ബ്രേക്ക്, അതായത് സോണിൽ നിന്നുമാണ് മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുള്ളത്. എന്തായാലും സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ മാക്സിമം സ്റ്റോപ്പ് ലോസ് വെക്കുവാണെങ്കിൽ താഴെയാണ് വെക്കുക, ബട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ പിന്നീട് ഒരു W പാറ്റേൺ ഒക്കെ ഫോം ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നപ്പോഴാണ് നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് കിട്ടി തിരിച്ച് മുകളിലോട്ട് പോയിട്ടില്ല. മാർക്കറ്റ് കുറച്ചധികം നേരം കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ അത് ഇന്നലത്തെ ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ സോണാക്കി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ലെവലുകളായിരുന്നു ആക്ച്വലി. നമ്മുടെ ഓരോ OA ഡാറ്റ നോക്കിയിട്ടാണ് നമ്മൾ ലെവൽസുകൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും ക്യാൻഡൽസ് കുറച്ച് അധികം നേരം കൺസോൾഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ മേ ബി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, മുകളിലോട്ട് മാർക്കറ്റ് പോകുന്ന എക്സ്പെക്ട് ചെയ്ത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വെറും ഒരു ലൈൻ മാത്രമാകുമ്പോൾ ഞാൻ മാക്സിമം ട്രേഡുകൾ എടുക്കാറില്ല. ഒരു സോണൊക്കെ, അത് ഇതുപോലൊരു സോണൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടാറുള്ളത്. അപ്പോൾ എന്തായാലും നിഫ്റ്റിയിൽ നമുക്ക് സോണുകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും ഇനി പറ്റുന്നതാണ്, നമുക്ക് നോക്കാം. സോ മാർക്കറ്റ് എന്തായാലും ഇവിടെ 2 തവണ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ എന്തായാലും ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാനുള്ള ചാൻസസ്, അതായത് 22,000 എന്ന് പറയുന്ന 22,000 അല്ല 21,926 എന്ന് പറയുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു നമുക്കൊരു സോണാക്കി വരയ്ക്കാം, ഒരു സോണാക്കി വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പർ ലെവലിൽ ആക്ച്വലി ഇതൊരു OA ഡാറ്റ കൂടുതലുള്ള ലെവലാണ്. നമുക്കിത് ഈ ഓൾ ടൈം ഹൈ കൂടെ, അപ്പം നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവലും കൂടെ നമുക്കിതൊരു സോണാക്കി വയ്ക്കാം. ഈ സോണിൻ്റെ അകത്ത് മാക്സിമം ട്രേഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിതൊരു സോണാക്കി വയ്ക്കാം. ഇത് നല്ലൊരു സപ്ലൈ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ലെവലും കൂടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്തൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് മേജറായിട്ട് ഈ ഒരു ലെവൽ, ആക്ച്വലി ഈ ഒരു ലെവൽ ഒരുപാട് തവണ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നല്ലൊരു സപ്പോർട്ട് ലെവലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ട് ലെവലാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കാനുള്ള മേജർ ലെവലുകളാണിത്. ഈ ഒരു ലെവൽ, അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവൽ നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറച്ചുകൂടെ നല്ലൊരു ട്രേഡ് കിട്ടാൻ ചാൻസസ് ഉള്ളത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴായിരിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ലെവൽ മുകളിലോട്ട്, അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് നമുക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലെവലുകളും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് മേജറായിട്ട് നോക്കാനുള്ള ഇൻട്രാഡേ ലെവലുകളാണിത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എന്തായാലും ഈ ഒരു സോൺ, അത് ഇനി ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇനി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനുള്ള ചാൻസ്, കാരണം ഒരുപാട് തവണ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റേഞ്ചിൽ. സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് വളരെ ഹൈലി ആക്റ്റീവ് ആയ ഒരു ഏരിയ ആണ്. സോ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനുള്ള ചാൻസ്. എന്തായാലും മാർക്കറ്റ് ഈ രണ്ട് റേഞ്ച് ഒന്ന് റിക്കവർ ചെയ്യുന്നവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്കുള്ള, അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ലെവലുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള, ഒന്നെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരുപാട് തവണ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ലെവൽ മാർക്കറ്റ് മറികടക്കുമ്പോൾ നല്ലൊരു ബൈങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻട്രാഡേ സ്റ്റോക്കുകളാണ്. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ടാണ്. ഓക്കെ, അദാനി പോർട്ടിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ, അതിൻ്റെ മുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഇത് നല്ലൊരു സ്ട്രോങ് ഡിമാൻഡ് ഏരിയ ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാം. അതായത് ഒരു റിവേഴ്സൽ ട്രേഡ് ഞാൻ ഇവിടെ നിന്നും പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്നും മാർക്കറ്റ് തിരിയുമ്പോൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിയും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. തിരിയുന്ന സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടാർഗറ്റ്, ഒരു ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം ഇതിൻ്റെ ഫൈനൽ ടാർഗറ്റ് ഞാൻ ഇവിടെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിയുന്ന സമയത്ത് നമുക്ക് ഈ റേഞ്ചുകളിലൊക്കെ, അതായത് ഈ ഒരു റേഞ്ചുകളിൽ നമുക്ക് ഒരു 4 to 5 പോയിൻറ്റ്സ് ഒക്കെ ടാർഗറ്റാണ് ഞാൻ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ടാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് അംബുജ സിമെൻ്റ് ആണ്. അംബുജ സിമെൻറ്റിൽ നല്ലൊരു ഫോർമേഷൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മേ ബി 2 ദിവസം കഴിഞ്ഞായിട്ടായിരിക്കാം ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലെവലുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ്. എന്തായാലും ലെവലുകൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കുന്നത്. ഒന്ന് നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഡൗൺ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫൈനൽ ടാർഗറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അതൊരു ടാർഗറ്റ് ഇതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ടാർഗറ്റ് ഒരു ഫൈനൽ ടാർഗറ്റാണ്. മാക്സിമം ഇവിടെ വരെ വരാനായിരിക്കും ഈ ഒരു വീക്ക് ചാൻസസ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 534 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 542, ഓൾമോസ്റ്റ് 8 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ഞാൻ ഫൈനൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അംബുജ സിമെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് കോൺകർ ആണ്, കണ്ടെയ്നർ കോർപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ഒരു ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ട്രെൻഡ് ലൈനാണിത്. അതായത് നല്ലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു റേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആണ്. മാർക്കറ്റ് ഒരുപാട് തവണ ഈ റേഞ്ചിലെത്തിയ സമയത്ത് നല്ലൊരു ബൈ നടന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലും നല്ലൊരു ബൈ നടന്നു. മാർക്കറ്റ് നല്ല രീതിയിലും അപ്പർ സൈഡിൽ പോയി. അഗെയിൻ വീണ്ടും ബൈ നടന്നിട്ടുണ്ട്. അഗെയിൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ചെറിയൊരു ബൈ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇനി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ടാർഗറ്റാണ്. അഗെയിൻ ഈ ഒരു പോയിന്റും ഒരു ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഒരുപാട് തവണ ബൈ നടന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. അല്ല, ഇനി മാർക്കറ്റ് ഈ റേഞ്ച്, അതായത് ഇനിയും ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിലാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് JSW സ്റ്റീലാണ്. JSW സ്റ്റീൽ അല്ല, JSW എനർജിയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിവിടെ കാണാം നല്ലൊരു ബൈയിങ് ഇവിടെ നടന്നിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ നല്ലൊരു റിവേഴ്സൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ബൈയിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഈ വീക്കല്ല, അടുത്ത വീക്കോ അതിനടുത്ത വീക്കോ ഒക്കെ സംഭവിച്ചാലും ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നല്ലൊരു ബൈയിങ് നമുക്ക് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് നല്ലൊരു ബൈ നടന്ന ഏരിയയാണ്. നല്ലൊരു ബൈ നടന്നിട്ടുണ്ട്. അഗെയിൻ ഇവിടെ വീണ്ടും എത്തിയ സമയത്ത് വീണ്ടും ബൈ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതുപോലെ തന്നെ ഇതും ഒരു ടാർഗറ്റ് ലെവലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നല്ലൊരു സപ്ലൈ ഏരിയ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സപ്ലൈ ഏരിയ ആണ്. ഇവിടെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരു റിവേഴ്സൽ ഞാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് പ്ലാൻ. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നത് ഞാൻ വലിയൊരു കോൺഫിഡൻ്റ് അല്ല. ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിലാണ് ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഷോർട്ട് എൻട്രി ഞാൻ പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു റിവേഴ്സൽ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും.
ഇതാണ് JSW എനർജിയിലെ പ്ലാൻ. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് എറോബിൻഡോ ഫാർമയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ 2 പ്ലാനാണുള്ളത്. ആക്ച്വലി മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു ബൈങ് നടന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ എത്തുവാണെങ്കിൽ നല്ലൊരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ റേഞ്ചിൽ മാർക്കറ്റിൽ നിന്ന് റിവേഴ്സ് പ്ലാൻ ചെയ്യുക. കാരണം ഇവിടെ ഒരുപാട് തവണ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതാണ്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോയി. വീണ്ടും ഇവിടെ സപ്പോർട്ട് ചെയ്തത് ചെറിയൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. അതായത് ഇന്നത്തെ സെൽ ഓഫ് കാരണം മാർക്കറ്റ് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തു. വീണ്ടും ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ടാണ് താഴോട്ട് വന്നിട്ടുള്ളത്. അഗെയിൻ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് ഇവിടെ റീച്ച് ചെയ്യുകയാണെങ്കിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസസ്. സോ ഒരു ഷോർട്ട് എൻട്രി ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് ഒന്ന് ചെറിയൊരു റിക്കവറി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 4 to 5 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ CPR ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻസ് നോക്കിയിട്ട് ടാർഗറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരു 3 to 4 പോയിൻറ്റ് മിനിമം ആണ് ടാർഗറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഒരു 5 സ്റ്റോക്കുകളാണ് ഈ ഒരു വീക്കിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത ദിവസങ്ങളിലെ ലെവൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്തു. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരോട് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അല്ല മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്നിരുന്നാലും നമ്മുടെ ലെവൽസ് വളരെ നല്ല രീതിയിൽ പെർഫോം ആകുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ലെവൽസ് വളരെ നല്ല രീതിയിൽ പെർഫോം ആവട്ടെ. മാക്സിമം നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.